ശാസ്ത്രവും മനുഷ്യരും എത്ര തന്നെ പുരോഗമിച്ചിട്ടും ഇന്നും മനുഷ്യരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഭീതിയുണ്ട്. അത് അന്യഗ്രഹ ജീവിയും പറക്കും തളികകളുമാണ്. മറ്റ് ഗ്രഹത്തിൽ നിന്ന് വരുന്ന ഈ ജീവികൾ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നും മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം കടത്തിക്കൊണ്ട് പോവുകയാണെന്ന് നമ്മൾ കാലങ്ങളായി കേൾക്കാറുണ്ട്. എന്നാൽ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നും ഇല്ല എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ബഹിരാകാശ യാത്രികർ പലപ്പോഴും അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന് പറഞ്ഞ് അവകാശപ്പെടാറുണ്ടെങ്കിലും തക്കതായ തെളിവുകൾ കൊണ്ടുവരാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പറക്കും തളികളെയും അന്യഗ്രഹ ജീവികളെയും കണ്ടു എന്ന വാദം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് അടിസ്ഥാനമായ ഒരു തെളിവുകളും തന്നെ അവർക്ക് ഹാജരാക്കാനും പറ്റിയിട്ടില്ല. എന്നാൽ പ്രാചീന കാലത്തെ കുറച്ച് തെളിവുകൾ എടുത്തു നോക്കിയാലും അതിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം വളരെ വ്യക്തമായി തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പല കൽവെട്ടുകളും ഈജിപ്തിലും മറ്റ് സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഇന്ത്യയിലും ഒരു കാലത്ത് അന്യഗ്രഹ ജീവികൾ വന്നിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വെറുതെ വരിക മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളത്, അവർ വന്നതിൻ്റെ എല്ലാ തെളിവുകളും അവിടെ നിലനിർത്തുക കൂടി ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലുള്ള 2 ഗ്രാമങ്ങളിലാണ് അന്യഗ്രഹ ജീവികൾ വന്നിരുന്നു എന്നും അവർ അവിടെ താമസിച്ചിരുന്നു എന്നതിൻ്റെയും തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്ഥലത്തിൻ്റെ അവിശ്വസനീയമായ ചില കഥകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ചിത്രങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. കഥകളിലും ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെയുള്ള അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും ആൻറ്റിന ഉൾപ്പെടെയുള്ള അവയുടെ പറക്കും തളികളെന്ന് വിശ്വസിക്കപ്പെടുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങളും ഇവിടുത്തെ ഗുഹകളുടെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടുത്തെ ചിത്രങ്ങളും വരകളും നിരീക്ഷിച്ച ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. ചരിത്രാതീത കാലങ്ങൾക്ക് മുൻപേയുള്ള കല്ലുകളിലാണത്രേ ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഈ ഗുഹകളിലെ ഈ ചിത്രങ്ങളിൽ ആധുനിക മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതിയോട് സമാനമായ മാതൃകകളും കണ്ടെത്താൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ധരിക്കുന്ന സ്യൂട്ടിനോട് സമാനമായ വസ്ത്രങ്ങൾ അണിഞ്ഞ അന്യഗ്രഹ ജീവികളുടെ ചിത്രമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല അവർ വന്നു എന്ന് കരുതപ്പെടുന്ന അന്യഗ്രഹ വാഹനത്തിൻ്റെ ചിത്രങ്ങളും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അവരുടെ വാഹനത്തിന് ആൻറ്റിന അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് എന്നതാണ്. ഇവിടെ ചിത്രങ്ങൾ കാണുന്ന ഗുഹയിലെ പാറകളുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് 10,000-ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ്. കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ അന്യഗ്രഹ ജീവികൾ എത്തിയിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും. അവർക്ക് നമ്മൾ ഇപ്പോൾ മാത്രം കൈവരിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ അന്നു തന്നെ ഉണ്ടായിരുന്നു എന്നും കരുതേണ്ടി വരും. ഈ ചിത്രങ്ങളെല്ലാം കാണപ്പെടുന്നത് ഛത്തീസ്ഗഡിലുള്ള ചുണ്ടേലി, ഗോട്ടിലോല എന്നീ ഗ്രാമങ്ങളിലാണ്. ഈ ഗ്രാമങ്ങളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. മാത്രമല്ല ധാരാളം അന്ധവിശ്വാസങ്ങളും അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണല്ലോ. മനുഷ്യന് സാധിക്കാത്ത എല്ലാം മനുഷ്യൻ ദൈവികമായിട്ടാണ് കരുതുന്നത്. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഈ ചിത്രങ്ങൾക്ക് ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്നുണ്ട്. മറ്റു ചിലർ കഥകൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. വട്ടത്തിൽ പറക്കുന്ന ഒരു വാഹനത്തിൽ ആകാശത്തു നിന്നും വന്ന ആളുകളാണ് ഇത് വരച്ചതെന്നും തിരികെ പോയപ്പോൾ അവർ ഇവിടെ നിന്നും 2 പേരെ കൊണ്ടുപോയെന്നും ഇവർ പറയുന്നു. അവർ ഇപ്പോഴും തിരികെ എത്തിയിട്ടില്ലത്രേ. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ ഇത്രയും വർഷമായിട്ടും കുറച്ച് മാത്രമേ മങ്ങിയിട്ടുള്ളൂ. ചില ചിത്രങ്ങൾ അവ്യക്തമായ രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിലും പല ചിത്രങ്ങളും വ്യക്തമായ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ വ്യക്തമല്ലാത്ത രീതിയിൽ കയ്യിൽ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. മാത്രമല്ല ചിത്രങ്ങളിലെ രൂപങ്ങൾക്ക് മനുഷ്യരൂപവുമായി വിദൂര സാമ്യം മാത്രമാണുള്ളത്. ചിത്രങ്ങളിലുള്ള ജീവികൾക്ക് മൂക്കും വായുമില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ആൻറ്റിനയും 3 കാലുമുള്ള വാഹനം ചിത്രത്തിൽ വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് തീരെ അജ്ഞരാണ്. മാത്രമല്ല അവർ ഇതിനെ ദൈവമായിട്ടാണ് കരുതുന്നത്. ഇതിനെ ആരാധിക്കുകയും ഇതിനു മുമ്പിലെത്തി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഇവർ നടത്താറുണ്ട്. പൂർവികർ തങ്ങൾക്ക് കൈമാറി വന്ന വിശ്വാസങ്ങളും കഥകളുമാണ് ഇവിടെ എത്തുന്നവരോട് അവർ പങ്കുവയ്ക്കുന്നത്. ഈ കഥകൾക്ക് ഇവിടെ അവസാനമില്ല. ഈ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൊറർ, ക്രൈം, മിസ്റ്ററി കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക കൂടി ചെയ്യണേ. ചാനലിൽ അത്തരം കഥകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.